അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു മെറ്റൽ ഇരുമ്പിൻ്റെ കട്ടിലും അതുപോലെ ജനലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ജനൽസൊക്കെ അത്യാവശ്യം വലിയ ജനൽസ് തന്നെയാണ് വീട് ചുറ്റോടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ വാതിൽ കട്ടിലും എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇരുമ്പിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിത് തുരുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും വരുമോയെന്ന് അറിയില്ല, കാരണം നമ്മൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ ഡിസൈനിൽ ഈ ഒരു എന്താ പറയുക, നമ്മളെ സ്ലാബിൽ നിന്ന് വരുന്ന ഒരു ഔട്ടുണ്ടല്ലോ, ആ ഔട്ടില്ലായിരുന്നു. അപ്പോൾ വെള്ളം എല്ലാം ഈ ഇതിൻ്റെ മേലൂടെ ഒലിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വെയിലടിക്കും, അങ്ങനെ ഒരു 5-6 മാസത്തോളം ഇങ്ങനെ കിടന്നിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ തുരുമ്പ് വന്നതെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഇപ്പോൾ 16 ഗേജിൽ ടാറ്റ GIയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജനലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത്, അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ ശ്രദ്ധിച്ചാൽ പറയാൻ പറ്റും, ഇവിടെയൊക്കെ റെസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലേ, ഇതാ ഈ ഒരു ജനലിൽ എല്ലാം ഒരുവിധം റെസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റൽ ജനലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ റെസ്റ്റ് വരുമെന്നുള്ള കാര്യത്തിൽ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക. ഇനി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരിക്കലും വെയിലോ മഴയോ കൊള്ളാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെ റെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വലിയ പ്രശ്നം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ, നമ്മളെ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രൈൻഡർ ഉണ്ടല്ലോ, ഗ്രൈൻഡറിൽ ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ചിട്ട് ഈ റെസ്റ്റിനൊക്കെ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് ഇനി തിരിച്ച് എപ്പോക്സി ഇടണമെന്നാണ്. ഇതിപ്പോൾ ഈ എപ്പോക്സി ഇട്ടത് നമ്മൾ തുരുമ്പ് വന്നിട്ട് ഒരു 5-6 മാസത്തിന് ശേഷം കമ്പനിയിൽ നിന്ന് തന്നതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആണ്. ആ പെയിൻറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴൊക്കെ വീണ്ടും റെസ്റ്റ് പിടിച്ചു തുടങ്ങി. നമ്മൾ വിചാരിച്ചു ഈ ഒരു അപ്രോക്സി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശേഷവും നമുക്ക് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കളറ് മാറിയാൽ കാണാൻ പറ്റും, വെള്ളം വന്നിട്ടാണത് ഇങ്ങനെ ഈ തുരുമ്പിൻ്റെ കളർ വന്ന് പിടിച്ചത്. പിന്നെ നമുക്ക് ഇതുപോലെ സെയിം അനുഭവം ഉണ്ടായ വേറെ സ്ഥലത്താണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വാതിൽക്കെട്ടിലൊക്കെ ഇതാണ്. ഇത് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുള്ളത് GIയിൽ തന്നെയാണ്, സെയിം ഇതിൽ. ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ജനലിനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത് ഈ ഒരു പൊറോത്തോം വിൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ പൊറോത്തോം ബ്രിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു വിൻഡോയിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഭാഗത്തുനിന്നുണ്ടോ ഇവിടെയൊക്കെ തുരുമ്പ് വരുന്നത് കാണാം. അപ്പോൾ ഈ തുരുമ്പൊക്കെ വന്നത് കണ്ടില്ലേ, ഈ തുരുമ്പൊക്കെ വന്നത് ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് നമ്മൾ കോൺക്രീറ്റ് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വെള്ളം ഉള്ളിലൂടെ വന്നിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ ഒക്കെ പുറത്തോട്ട് ചാടി വരുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് റെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലൈൻറ്റ് ചെയ്തിട്ട് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളൊന്ന് മരം ചെതല് വരും എന്നുള്ള ആ ഒരു രീതിക്കാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ സിമെന്റ് കട്ടിലായി കഴിഞ്ഞാൽ വിള്ളല് പൊട്ടിപ്പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു പ്രശ്നം വെച്ചിട്ടാണ് നമ്മൾ ഇരുമ്പ് ചെയ്തത്. ഇതാവുമ്പോൾ പെയിന്റ് അടിച്ചു കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്താൽ പോരെ എന്നുള്ളതാണ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇതിപ്പോൾ കുറച്ച് മഴ വെയിൽ കൊണ്ടിട്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മളെ മരക്കട്ടിലേക്കാൾ കോസ്റ്റ് എഫക്റ്റീവാണ് ഈ ഇതിൽ ചെയ്യുന്നത്. പിന്നെ സേഫ്റ്റിന്റെ കാര്യത്തിലും സേഫ്റ്റിയാണ് ഈ സ്റ്റീലിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡോറിന്റെ കേസിലാണ് പ്രത്യേകം ഈ ഒരു സേഫ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ സെന്ററിലെ ഈ ഒരു കമ്പികളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് GIന്റെ റാഡ് വെച്ചിട്ട് തന്നെയാണ്, റാഡ് വെച്ചിട്ടാണ്. ഒക്കെ അതിന്റെ അകത്തൊന്നും ഹോളല്ല, ഒക്കെ ഫുൾ എന്താ പറയാ ഫിൽഡ് ആയിട്ട് വരുന്ന കമ്പിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ബല ഉണ്ടാവും. അപ്പോൾ വാതിലിന്റെ കേസ്, അതായത് വാതിൽ കട്ടിലിന്റെ കേസിൽ വരുമ്പോൾ മരത്തിന്റെ കട്ടിലാകുമ്പോൾ ഈ ഹോൾസ് ഉണ്ടല്ലോ ഇവിടെ, ഈ ഹോൾസ് ഒക്കെ നമുക്ക് ഫുള്ള് ഇരുമ്പിലാണ് വരിക. ഇത് മരത്തിലാവുമ്പോൾ ഒരു പക്ഷേ ഒരു പാരയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുടന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഈ കേസിൽ അങ്ങനെ വരില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഈ മെറ്റലിലുണ്ട്. ഏതൊരു സാധനം ആകുമ്പോഴും എങ്ങനെ പോയാലും ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്കുണ്ടല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ വീട്ടിലുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ ഇതിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് അങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ജനൽസും അതുപോലെ കട്ടിലുകളൊക്കെ അത്യാവശ്യം വലുതായിട്ടാണ് ഉണ്ടാക്കിയത്. എല്ലാം GIയിൽ തന്നെ ഉണ്ടാക്കിയത്. വളരെ ബാത്റൂമിലുള്ള എക്സോസ്റ്റിനുള്ള ആ ഒരു വിൻഡോ മാത്രമേ നമുക്ക് സിമെൻറ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ
ഇത്ര ഉള്ളൂ പറയാൻ. നമ്മുടെ വീട്ടിലെ വാതിൽക്കട്ടിലെ വീട് പണി കയറുന്നതിന് മുന്നേ തന്നെ തുരുമ്പ് പിടിച്ചു തുടങ്ങി. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. അതുവരെക്കും ബൈ.